ദൃശ്യം 3 തിയേറ്ററുകളിൽ വികാരാധീനമായ നിമിഷങ്ങൾ. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3 പ്രദർശനം ആരംഭിച്ചതിന് പിന്നാലെ ഇപ്പോഴിതാ തിയേറ്ററിൽ നിന്നുള്ള മോഹൻലാലിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ്. തന്റെ സിനിമകളുടെ ആദ്യ ഷോ പ്രേക്ഷകർക്കൊപ്പം ഇരുന്ന് പലപ്പോഴും കണ്ടിട്ടുള്ള എറണാകുളം കവിത തിയേറ്ററിലാണ് മോഹൻലാൽ ഇത്തവണയും എത്തിയത്. അവിടെ നിന്നുള്ള ഒരു വീഡിയോയിൽ ചിത്രം തീരുമ്പോൾ കണ്ണു തുറക്കുന്ന മോഹൻലാലിനെ കാണാം. ചിത്രത്തിലെ വൈകാരികത അദ്ദേഹത്തെ തൊട്ടെന്നുറപ്പ്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ആദ്യ 2 ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാളം ഒറിജിനലിനോടൊപ്പം തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ മൊഴിമാറ്റ പതിപ്പുകളും തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. ഒരു മലയാള ചിത്രത്തിന്റെ റിലീസ് ദിവസം തന്നെ മറുഭാഷാ ഡബിംഗ് പതിപ്പുകളും പുറത്തെത്തുന്നത് ആദ്യമായാണ്. ചിത്രത്തിലുള്ള പ്രേക്ഷകരുടെ വലിയ കാത്തിരിപ്പ് മനസ്സിലാക്കി റിലീസിന് 11 ദിവസം മുമ്പ് മലയാളം പതിപ്പിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. ഓപ്പണിംഗിൽ ചിത്രം വൻ നേട്ടം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ ചിത്രം വലിയ സംഖ്യ നേടിയിരുന്നു. ഇതിലൂടെ മാത്രം ബജറ്റ് റിക്കവറി നടത്തുകയെന്ന അപൂർവ നേട്ടം ദൃശ്യം 3 സ്വന്തമാക്കിയെന്നാണ് ട്രാക്കർമാർ പറയുന്നത്. ആദ്യ 2 ഭാഗങ്ങളിൽ ഉള്ളവർക്കൊപ്പം ചില പുതിയ കഥാപാത്രങ്ങളും ചിത്രത്തിലുണ്ട്. ചിത്രത്തിന്റെ വൻ വിപണി മൂല്യം മുന്നിൽ കണ്ട ബോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളും ആശീർവാദ സിനിമാസിനൊപ്പം മലയാളം ദൃശ്യം 3ന്റെ ഭാഗമാവുന്നുണ്ട്. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ സിനിമാസിൽ 100 കോടി മുതൽ മുടക്കുന്നുണ്ട്.